നമസ്കാരം. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അമേരിക്കയിലാണ്. അദ്ദേഹം ഇന്നലെയാണ് അമേരിക്കയിലെത്തിയത്. ഇന്നലെ അദ്ദേഹത്തിന് വലിയ ആവേശോജ്വലമായ സ്വീകരണം തന്നെ അവിടുത്തെ ഇന്ത്യൻ സമൂഹം നൽകിയിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും എല്ലാം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അമേരിക്കയിലെന്ന് മാത്രമല്ല, ഇപ്പോൾ നരേന്ദ്രമോദി ചെന്നിറങ്ങുന്ന ഏത് രാജ്യത്തും ഇന്ത്യൻ സമൂഹത്തിന് നൽകുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹം നൽകുന്ന സ്വീകരണം അത് വളരെയധികം ആവേശോജ്വലമാകാറുണ്ട്. പ്രത്യേകിച്ചും അമേരിക്കയിൽ അദ്ദേഹം ഇത്തവണ അഭിസംബോധന ചെയ്ത്, ഇത്തവണ എന്ന് മാത്രമല്ല, അദ്ദേഹം എപ്പോഴും ഏത് രാജ്യത്തും പോയാലും അദ്ദേഹം അവിടുത്തെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അവരോട് പറയാറുണ്ട്. അത്തരത്തിൽ ഒരു വലിയ സ്വീകരണമാണ് ഇന്നലെ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം നരേന്ദ്രമോദിക്കായി ഒരുക്കിയത്. അദ്ദേഹത്തെ 3 ദിവസത്തെ പ്രധാന പരിപാടികൾ, വളരെ തിരക്കിട്ട പരിപാടികളാണ് ഈ സന്ദർശനത്തിൽ അദ്ദേഹത്തിനുള്ളത്. 2 അന്താരാഷ്ട്ര സമ്മേളനങ്ങളാണുള്ളത്. ഒന്ന് ഒരു പ്രാദേശിക കൂട്ടായ്മയായ ക്വാഡ് ഉച്ചകോടിയാണ് ഒന്നാമത്തേത്. അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും ഇന്ത്യയും മാത്രം അംഗങ്ങളായിട്ടുള്ള ഒരു പ്രാദേശിക കൂട്ടായ്മ, അന്താരാഷ്ട്ര കൂട്ടായ്മയാണ് ക്വാഡ്. ആ ക്വാഡിൻ്റെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കയിലെ ഒന്നാമത്തെ പരിപാടി. ഈ ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിക്കുക അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ്. ജോ ബൈഡൻ ഏതാനും മാസങ്ങൾക്കകം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ പോകുന്നയാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരു മികച്ച ഫെയർവെൽ നൽകുക, ഇതൊക്കെ ക്വാഡ് ഉച്ചകോടിയുടെ ഭാഗമായി വരും. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് UN പൊതുസഭയെ അഭിസംബോധന ചെയ്യുക എന്നുള്ളത്. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ചേരുകയാണ്. ഇതിൽ പങ്കെടുക്കുക കൂടിയാണ് നരേന്ദ്രമോദിയുടെ യാത്ര ഉദ്ദേശം. മൂന്നാമത്തെ പരിപാടി എന്നത് അവിടെ ഇന്ത്യൻ സമൂഹവുമായി നടക്കുന്ന സംവാദമാണ്. ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഇതിനപ്പുറം ഈ 3 പ്രധാനപ്പെട്ട പരിപാടികൾക്കും അപ്പുറം ഈ പറയുന്ന ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാനായി ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും നേതാക്കൾ ന്യൂയോർക്കിലെത്തുന്നുണ്ട്. ഇതിൽ ഒരു വിഭാഗം ആളുകളുമായി അല്ലെങ്കിൽ രാഷ്ട്ര നേതാക്കളുമായും നരേന്ദ്രമോദി ചർച്ച നടത്തുന്നുണ്ട്. നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഒട്ടനേകം രാജ്യങ്ങൾ ഇതിനോടകം തന്നെ നിർദ്ദേശം വച്ചു കഴിഞ്ഞു. ആ നിർദ്ദേശങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കൂട്ടം രാഷ്ട്ര നേതാക്കന്മാരുമായി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ചേരുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം ഓരോരുത്തരെയും നേരിൽ കാണുന്നുണ്ട്. ഇങ്ങനെ ധാരാളം മീറ്റിങ്ങുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അമേരിക്കയിലുള്ളത്. ഇതിനിടെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി മുഹമ്മദ് യൂനസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചുവെന്നും അത് ഇന്ത്യ നിരസിച്ചു എന്നുമുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളം രാഷ്ട്ര നേതാക്കന്മാരുമായി അദ്ദേഹത്തിന് 1-to-1 കൂടിക്കാഴ്ചകളുണ്ട്. അത് നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി ഒരു മീറ്റിംഗ് കൂടി നിശ്ചയിക്കുക എന്നത് അസാധ്യമാണ് എന്ന ഔദ്യോഗിക കാരണം പറഞ്ഞാണ് ഇന്ത്യ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ അപേക്ഷ നിരസിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായ കാരണം ഇതാണ് എങ്കിൽ കൂടി അതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ കൃത്യമായ ഒരു കാരണമുണ്ട് എന്ന് വ്യക്തമാണ്. കാരണം ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന, തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയെ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 5-ാം തീയതി അവിടുത്തെ പട്ടാളം പുറത്താക്കുകയും രാജിവെച്ച് രാജ്യത്തിന് പുറത്തേക്ക് പറഞ്ഞയക്കുകയും ഒക്കെയാണ് ചെയ്തത്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഷെയ്ഖ് ഹസീനയെ പട്ടാളത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തി ഇന്ത്യയിൽ അവർ ഇപ്പോൾ അഭയം തേടിയിരിക്കുകയാണ്. അവർ ഇപ്പോഴും ഇന്ത്യയിൽ തുടരുകയാണ്. അതിനുശേഷം ആ ഭരണമാറ്റത്തിന് ശേഷം അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, മുസ്ലിങ്ങളല്ലാത്ത അവിടുത്തെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ, അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ, മറ്റു മതവിഭാഗങ്ങൾ, ഇവർക്കെതിരെ വലിയ അതിക്രമങ്ങൾ നടന്നിരുന്നു. പ്രത്യേകിച്ചും ഹിന്ദുക്കൾക്കെതിരെയാണ്. ഹിന്ദുക്കളുടെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും കത്തിച്ച് നശിപ്പിക്കുക, അവരെ കൊല്ലുക, അവരെ വേട്ടയാടുക എന്നിങ്ങനെയുള്ള ധാരാളം അതിക്രമങ്ങൾ അവിടെ അരങ്ങേറിയിരുന്നു. ഈ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം നരേന്ദ്രമോദി സർക്കാർ രേഖപ്പെടുത്തിയിരുന്നു. ആ പ്രതിഷേധത്തിനൊടുവിലാണ് അല്പമെങ്കിലും അക്രമം അയഞ്ഞത്, അല്ലെങ്കിൽ അക്രമത്തിന് അന്ത്യം വന്നത് എന്ന് നമുക്കറിയാം. പാകിസ്ഥാൻ പിന്തുണയോടുകൂടിയുള്ള ഭീകരവാദികൾ ബംഗ്ലാദേശിൽ അഴിഞ്ഞാടുകയാണ്. അപ്പോഴും ഇടക്കാല സർക്കാരിൻ്റെ നേതാവ് എന്ന നിലയിൽ പ്രധാനമന്ത്രി മുഹമ്മദ് യൂനസിന് ഒന്നും ചെയ്യാത്ത ഒരു അവസ്ഥയുമുണ്ട്. മാത്രമല്ല, പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിനെ മോചിപ്പിച്ചത് ഇന്ത്യയാണ്. ആ ചരിത്രം മറന്നുകൊണ്ട് വീണ്ടും
പാകിസ്ഥാനോട് അടുക്കാനുള്ള ചില വ്യഗ്രത അതിപ്പോൾ ഇടക്കാല സർക്കാർ കാണിക്കുന്നുണ്ട്. ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന മുജിബുർ റഹ്മാൻ്റെ പ്രതിമകളും സ്മാരകങ്ങളുമെല്ലാം രാജ്യത്തുടനീളം തകർക്കപ്പെടുകയാണ്. എന്നിട്ടും അവർക്കെതിരെ, ഇത്തരം അതിക്രമങ്ങൾ നടത്തുന്നവർക്കെതിരെ കാര്യമായ നടപടിയെടുക്കാൻ മുഹമ്മദ് യൂനസ് സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇതെല്ലാം നരേന്ദ്രമോദി സർക്കാരിൻ്റെയും ഇന്ത്യയുടെയും അപ്രീതിക്ക് കാരണമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ കൊണ്ടായിരിക്കണം ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ഇന്ത്യ നിരസിച്ചത്. ഇന്ത്യക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ചൈനയുടെയും പാകിസ്ഥാൻ്റെയും സഹായത്താൽ ഇടക്കാല സർക്കാരിൻ്റെ തലവനായ മുഹമ്മദ് യൂനസ് ബംഗ്ലാദേശിൽ നടപ്പിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സർക്കാർ ആ ഒരു ചർച്ചയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. എന്തായാലും അന്താരാഷ്ട്ര ഉച്ചകോടികൾക്കിടെ ഈ മുഹമ്മദ് യൂനസിനെ കാണാൻ വിസമ്മതിച്ചുവെങ്കിലും ഉടൻ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ എത്തിയ ശേഷം ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും ഇന്ത്യയുടെ ആവശ്യങ്ങൾ ശക്തമായ ഭാഷയിൽ തന്നെ ഉന്നയിച്ചേക്കുമെന്നും സൂചനയുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.